ഹലോ 10 PSC ക്വസ്റ്റ്യൻസ് ഇൻ 10 മിനിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് അറിയാമോ? ഇത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിൻ്റെ ജൂൺ 12, 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മൾ പാർട്ട് 5 എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, വിത്ത് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് വി ക്യാൻ മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ്. നമുക്ക് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് എത്ര റെസിസ്റ്റൻസ് വരെ മെഷർ ചെയ്യാൻ നോക്കാം? 100 ohms ടു ഫ്യൂ ടെറാohms ആണോ? അല്ല. 1 ohm ടു ഫ്യൂ മെഗാ ഓം ആണോ? അത് ശരിയാണ് കേട്ടോ. 10 ohm ടു 1000 ohm വരെ പോരാ, ഒരു മെഗാ ഓം വരെയൊക്കെ പോവും, ടെറോം വരെ പോവുകയും ഇല്ല കേട്ടോ. അപ്പോൾ 1 ohm ടു ഫ്യൂ മെഗാ ഓംസ് ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, the types of faults in a telephone line are symmetrical and asymmetrical, unsymmetrical. ഇതൊക്കെ പവർ സിസ്റ്റത്തിൽ വരുന്നതാണ് കേട്ടോ. ഇത് അതിൽ വരുന്നതല്ല. ട്രിപ്പിൾ ലൈൻ ടു ലൈൻ ഓർ ലൈൻ ടു ഗ്രൗണ്ട്, ഇതും പവർ സിസ്റ്റത്തിൽ വരുന്നതാണ്. ലൈൻ ടു ലൈൻ ഓർ ലൈൻ ടു ഗ്രൗണ്ട്, അത് ടെലിഫോൺ ലൈനിൽ വരുന്ന ഫോൾട്ടാണ്. ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ് സർക്യൂട്ട് ഒക്കെ പവർ സിസ്റ്റത്തിൽ വരുന്ന ഫോൾട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പവർ സിസ്റ്റംസിൽ വരുന്ന ഫോൾട്ടുകളാണ്. ലൈൻ ടു ലൈൻ ഓർ ലൈൻ ടു ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് ടെലിഫോൺ ലൈനിൽ വരുന്ന ഫോൾട്ട്. അടുത്ത ചോദ്യം, which of the following statements are incorrect? നമുക്ക് നോക്കാം. മെയിൻ പാർട്ട് ഓഫ് CRO is CRT. അതെ, CRO can be used for direct measurement of power. ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, വോൾട്ടേജും കറണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ടൈം ബേസ് ജനറേറ്റർ ഇസ് എ പാർട്ട് ഓഫ് CRT. അല്ല, CROന്റെ പാർട്ടാണ്, CRTയുടെ പാർട്ടല്ല. CRO is used to measure phase and displacement. ഫേസ് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റും. അത് അടുത്ത ചോദ്യത്തിൽ മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ശരിയല്ലാത്ത ഏതൊക്കെയാണ്, ഇൻകറക്റ്റ് ഏതൊക്കെയാണ്? 2, 3. അപ്പോൾ 2 and 3 ഓൺലി ബിയിൽ കേട്ടോ. അപ്പം നമുക്ക് CROന്റെ CRTയുടെയും ഡയഗ്രാം ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. നോക്കൂ, CRTയുടെ ഡയഗ്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാണാം? കാഥോഡ് റേ ട്യൂബാണിത്. ഇതിനകത്തുള്ളത് ഒരു ഹീറ്റർ ഉണ്ട്. കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഇത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്, ഒരു ഫോക്കസിങ് ആനോഡ് ഉണ്ട്, ഒരു ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്. ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിങ് ആനോഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ്, ഈ മൂന്നും കഴിഞ്ഞിട്ട് PFA കഴിഞ്ഞിട്ട് എന്ത് പറ്റും? ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വഴിയും ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വഴിയും നമ്മുടെ ഇലക്ട്രോൺസ് നേരെ വളരെ ഷാർപ്പായിട്ട് പോയിട്ട് ഒരു ഫോസ്ഫറസ് സ്ക്രീനിൽ പോയി തട്ടും. അവിടെ ഒരു അക്വാഡാഗ് കോട്ടിംഗ് ഉണ്ടാവും. അതെന്തിനാണ്? സെക്കൻഡറി എമിഷൻസ് ഓഫ് ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞ ടൈം ബേസ് ജനറേറ്റർ CROന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലാണ് വരുന്നത് കേട്ടോ. CRTയുടെ ഈ ഗണ്ണിൻ്റെ ഉള്ളിലല്ല, CRTയുടെ ട്യൂബിൻ്റെ ഉള്ളിലല്ല ഇത് വരിക. ഇതിൻ്റെ പുറത്തുള്ള ടൈം ബേസ് ജനറേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് വരുന്നതാണ്. അത് CROന്റെ ബ്ലോക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ CROയുടെ ബ്ലോക്കിൻ്റെ ഭാഗം എന്തൊക്കെയാണ്? വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, ഡിലേ ലൈന്, ട്രിഗർ സർക്യൂട്ട്, ടൈം ബേസ് ജനറേറ്റർ. ഓക്കെ, ഇതൊക്കെ സപ്ലൈകളും എല്ലാം ഒക്കെ വരുന്നത് എന്തിലാണ്? പുറത്താണ്, CROയിലാണ്, CRTയുടെ ഉള്ളിലല്ല. CRTയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മളിപ്പോൾ നോക്കി. കാഥോഡും ആനോഡും ആണ് മെയിനായിട്ട് ഉണ്ടാവുക കേട്ടോ. അടുത്തത്, a circle is seen on the screen of the CRO when two time varying signals of same frequency and same magnitude, same frequency and same magnitude ആണെങ്കിൽ are applied to X and Y പ്ലേറ്റിൽ CROന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസിന് മാത്രം വ്യത്യാസം വരും. ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് എങ്ങനെ അറിയാമെന്നറിയോ? സർക്കിൾ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് നോക്കാം. അതായത് നോക്കൂ, സർക്കിൾ വരണമെങ്കിൽ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും, ഓർ 270 ഡിഗ്രി ആയിരിക്കും. ഫേസ് ഡിഫറൻസ് 0 or 360 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള ലൈനാണ് വരിക. തീറ്റ 180 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു ലൈനാണ് വരിക. അതായത് മുകളിൽ നിന്ന് താഴേക്ക് കുറഞ്ഞു വരുന്ന ഒരു ലൈനാണ് അവിടെ വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following modes of operation allows you to change the processor mode from a program or operator device and perform online program editing using programmable logic control? അപ്പോൾ PLCയുടെ കാര്യമാണ് ചോദിച്ചത്. അതിൽ 4 തരം മോഡുണ്ട് കേട്ടോ. അപ്പോൾ റിമോട്ട് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് PLCനെ ഒരു പ്രോഗ്രാമും റൺ മോഡിലും ഒക്കെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ റിമോട്ട് ആക്സസ് കൊടുക്കും. അതാണ് റിമോട്ട് മോഡ്. അതാണ് ചോദ്യവും. അതായത് എന്താണ്? പ്രോസസർ മോഡിനെ ഫ്രം എ പ്രോഗ്രാം ഓർ ഓപ്പറേറ്റർ ഡിവൈസ് ആൻഡ് പെർഫോം ഓൺലൈൻ പ്രോഗ്രാം എഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് അവിടെ ആ ഡിവൈസിലല്ലാതെ മറ്റൊരു ഡിവൈസിൽ റിമോട്ടായിരുന്നു ചെയ്യാൻ പറ്റുന്നത് റിമോട്ട് മോഡിലാണ്. ടെസ്റ്റ് മോഡ് എന്നൊരു മോഡുണ്ട്. അതെന്താണ്? പ്രോഗ്രാം എക്സിക്യൂഷൻ, ഈ PLCയിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട്
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടെസ്റ്റ് മോഡ്. ഓക്കെ, റിയൽ വേൾഡ് ഔട്ട്പുട്ടുമായിട്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ടെസ്റ്റ് മോഡ്. പ്രോഗ്രാം മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം ഒക്കെ എൻ്റർ ചെയ്യുന്നത്. റൺ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ട് ചെയ്യുന്നത്, യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പ്രോഗ്രാം മോഡ് വരും, പിന്നെ റൺ മോഡ് വരും, പിന്നെ അത് ടെസ്റ്റ് ചെയ്യും. പിന്നെ റിമോട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിലുള്ള മോഡാണ് റിമോട്ട് മോഡ്. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യം, which of the following statement is not correct with IC 741? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം IC 741ൻ്റെ കാര്യങ്ങളല്ല ഈ തന്നിട്ടുള്ളത്. ഇതൊക്കെ തന്നിട്ടുള്ളത് ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കാര്യങ്ങളാണ്. ഇൻഫിനിറ്റ് വോൾട്ടേജ് ഗെയിൻ, ഐഡിയൽ ഓപ്പാമ്പിന് അങ്ങനെയാണ്. സീറോ ഇൻപുട്ട് ഇമ്പിഡൻസ്, അങ്ങനെയല്ല, ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഐഡിയൽ ഓപ്പാമ്പിന്. സീറോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ശരിയാണ്. ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് IC 741ൻ്റെ കാര്യങ്ങളല്ല. IC 741ന് ഇതിനൊക്കെ പ്രത്യേകം വാല്യൂകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇൻഫിനിറ്റ് വോൾട്ടേജ് ഗെയിൻ ആയിരിക്കും, ഇൻഫിനിറ്റ് ഹൈ ഇമ്പിഡൻസ് ആയിരിക്കും, സീറോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. ഗെയിൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി. ഓക്കെ, സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ്സെറ്റ് ആയിരിക്കും. ഇനി ഔട്ട്പുട്ട് ക്യാൻ സ്വിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ടു ദ സെയിം വോൾട്ടേജസ് ആസ് സപ്ലൈ റെയിൽസ്. ഐഡിയലാണ് കേട്ടോ. ഔട്ട്പുട്ട് സ്വിങ്സ് ഇൻസ്റ്റൻ്റ്ലി ടു ദി കറക്റ്റ് വാല്യൂ. ഓക്കെ, സ്വിങ്സ് ഇൻസ്റ്റൻ്റ്ലി ടു ദ കറക്റ്റ് വാല്യൂ. കറക്റ്റ് വാല്യൂയിലേക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് സ്വിങ് ചെയ്യും. ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് വിത്ത് സീറോ ഫേസ് ഷിഫ്റ്റ്. ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് വിത്ത് സീറോ ഫേസ് ഷിഫ്റ്റ് ആണ്. ഇൻഫൈനൈറ്റ് സ്ലോ റേറ്റ് ആണ്. അടുത്ത ചോദ്യം, an operation amplifier is labeled as LM741. manufacturer designation is. ഇതും ആക്ച്വലി ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം LM741 എന്ന് പറഞ്ഞിട്ട് ടെക്സാസ് കൊടുക്കുന്നുണ്ട്, നാഷണൽ സെമി കണ്ടക്ടേഴ്സ് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഏതാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, LM741 എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനികൾ ICs ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏത് കമ്പനിയുടെ ഡെസിഗ്നേഷൻ ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടുത്ത ചോദ്യം, if a capacitor is placed in the feedback path of an op-amp circuit, the circuit acts as. അതായത് കപ്പാസിറ്റർ ഫീഡ്ബാക്ക് പാത്തിലാണെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതൊരു ഇൻ്റഗ്രേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അത് വയ്ക്കാമെന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു ആറും സിയും ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ആറിൽ ഇൻപുട്ട് വരുന്നു, സിയിൽ ഔട്ട്പുട്ട് വരുന്നു. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഇത് ആക്ട് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും? ഇതേപോലത്തെ സർക്യൂട്ട് വന്നാൽ അത് ലോ പാസ് ഫിൽട്ടർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇൻ്റഗ്രൽ LRC എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റർ ആറും സിയും, ഇൻപുട്ട് ആറിലും സിയിൽ നിന്ന് ഔട്ട്പുട്ടും. അപ്പോൾ സി ഇതിൻ്റെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പാമ്പ് ആയതുകൊണ്ട് ഫീഡ്ബാക്ക് കൊടുക്കണം. അല്ലെങ്കിൽ സാധാരണ അത് ഇങ്ങനെയാണ് ഈ സംഭവം വരിക. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റർ വഴിയും കപ്പാസിറ്റർ വഴി ഔട്ട്പുട്ട് കൊടുക്കുന്ന സംഭവത്തിനെയാണ് ഈ ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ കപ്പാസിറ്ററും ഇവിടെ റെസിസ്റ്ററും വന്നാലോ CR എന്ന് പറയും. അത് ഡിഫറൻഷിയേറ്റർ ആണ്. ഓക്കെ, അത് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടാണ്. അത് ആക്ട് ചെയ്യുന്നത് ഹൈ പാസ് ഫിൽട്ടർ ആയിട്ടാണ്. അപ്പോൾ d/dt സർക്യൂട്ട് ആയിട്ടാണ്. CR ആക്ട് ചെയ്യുക, അത് ഹൈ പാസ് ആണ്. ഓക്കെ, അത് ഹൈ പാസ് ആണ്. അതും കൂടെ ഓർത്തു വയ്ക്കുക. ഇത് ഇൻ്റഗ്രൽ LRC എന്ന് ഓർത്തു വെച്ചാൽ തന്നെ മറ്റേത് നേരെ തിരിച്ചാണെന്ന് അങ്ങോട്ട് ഓർത്തു വെച്ചാൽ മതി. അടുത്ത ചോദ്യം, if ADM is equal to 3500 and ACM is equal to 0.35, the CMRR is, അതായത് ഡിഫറൻഷ്യൽ മോഡിലുള്ള ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡിലുള്ള ഗെയിൻ ആണ് എന്ത്? ഈ CMRR എന്ന് പറയുന്നത്. അത് DBയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ DB കൺവേർഷൻ തന്നിട്ടില്ല ആൻസറിൽ. അപ്പോൾ നമുക്ക് DBയിലേക്കൊന്നും കൺവേർട്ട് ചെയ്യേണ്ട, നേരിട്ട് 3500 ഡിവൈഡഡ് ബൈ 0.35 അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 ഫോളോഡ് ബൈ 2 0 ഇപ്പം ഇട്ട് വെക്കുക. അപ്പോൾ എന്ത് കിട്ടി? അപ്പം തന്നെ 35/0.35 നമ്മൾ പിന്നെ നോക്കുന്നത് അല്ലേ? കാരണം 35 × 100 ഡിവൈഡഡ് ബൈ 0.35. അപ്പോൾ ഒരു 100 കിട്ടി. ഇനി 35 കൂടെ ആവണമെങ്കിൽ 1 2 2 0 കൂടെ ആക്കി കഴിഞ്ഞാൽ 0.035 2 0 കൂടി ഇടുക. അപ്പോൾ എത്രയായി? 10,000 കിട്ടി. ദേ 10,000 സിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് അവർ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, if the common mode voltage gain of a differential amplifier is equal to RC divided by എന്താണെന്ന് ചോദിക്കുന്നത്, അത് 2RE ആണ് കേട്ടോ. RC divided by 2RE ആണ് എന്ത്? കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു.